കാണുന്നില്ല. എത്ര കാലായി ഈ കണ്ണടി ഒന്ന് മാറ്റി തരാൻ പറഞ്ഞിട്ട്. ആ ചെക്കനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിലോട്ട് മാത്രം നേരിട്ടാവും. സുധാര, സുധാര, സുധാര. അല്ല അമ്മേ, ഇവിടൊക്കെ ഇങ്ങനെ തുപ്പി നാട്ടിക്കില്ലേ? ഇവിടെ ഇങ്ങനെ മൂക്കി തുപ്പില്ലേന്ന്? ഇനി ഞാൻ പതുക്കെ തുപ്പിക്കോളാം. പതുക്കെ തുപ്പിക്കോളാം. ഇവിടുന്ന് ഒരു വിശേഷപ്പെട്ട കാര്യം നടക്കാൻ പോവാ. അമ്മേ, ഇവിടെ ഒരു പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അത് ഞാൻ മരിച്ച പിന്നെ ഒരു കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഞാൻ അത്രയ്ക്ക് ഭാരമാണെങ്കിൽ ആരുടെ മുന്നിലും തല കുനിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങനെ? ആരുടെ മുന്നിലും തല കുനിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അയ്യോ എന്റെ അമ്മ, ഇങ്ങോട്ട് തല കുടിച്ചു കൊടുക്കണ്ട. ഇങ്ങോട്ടൊന്ന് നടന്നാ മതി. ഞാൻ മീനുട്ടിന്റെ കാര്യം പറഞ്ഞേ. പിന്നെ അമ്മേ, ഇന്ന് വരുന്നവരെ ചില്ലറക്കാരൊന്നുമല്ല. ഒരു ഇതില്ല, ഇവിടെ ടിവിയിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നവരാ. നമ്മുടെ കിളി പോലത്തെ പെണ്ണിനെ കഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അമ്മേ, ടിവി അല്ല, ടെലിവിഷനിലെ അതിലൊക്കെ പരിപാടി നടത്തുന്നവരാണ്. അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞേ. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് കണ്ടു പോട്ടേന്ന്. എന്നിട്ട് തീരുമാനിക്കാം. ആ ബ്രോക്കർ ഒരേ നിർബന്ധം. ഞാൻ എന്നോട് പറഞ്ഞ അപ്പൊ ഒന്നും വേണ്ട, അവിടെ പഠിക്കാൻ കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ. ഇനി കൂടിയോ? 59,000. ഞാനേ ഇവിടെ ചാനലിന്റെ ബാങ്കിലെ ഇതില്ലേ വൈസ് പ്രസിഡന്റ് മൂപ്പരോട് പറഞ്ഞിട്ട് ഒരു ലോണൊക്കെ ചെയ്യില്ല. നമ്മളെ ബാങ്കല്ലേ. നമസ്കാരം. പയ്യൻ ഇതല്ല, ഇത് പയ്യന്റെ വകയിലൊരമ്മാവൻ. പയ്യൻ കാണുന്നുണ്ട്. അതെയോ? അല്ല, അവൻ അങ്ങനെയെങ്കിലും ഒന്നും ഇങ്ങോട്ട് കയറി വരാൻ ഒക്കത്തില്ല. അവനൊരു സെലിബ്രിറ്റിയാണ്. ആ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി നിന്ന് തോണ്ടുക, മാന്തുക, തൊള്ളുക, ഇതൊക്കെ ചെയ്താ വലിയ അവനൊരു സെലിബ്രിറ്റിയാണ്. ഓ, ആരാധന കൂട്ടിട്ടില്ലേ? ആ, അതന്നെ. വിളിക്ക്. കാര്യങ്ങളൊക്കെ ഓക്കെയാ. ഇതാണോ പയ്യൻ? ചെളി വരയ്ക്കാൻ പറ്റുണ്ടല്ലോ. അതൊക്കെയാണ് കേട്ടെ, കാര്യത്തിലേക്ക് കടത്താം. ഡാഡി, എനിക്കല്പം തിരക്കുണ്ട്. 4 മണിയുടെ ഷോക്ക് തിയേറ്ററിൽ പുതിയ പടം തുടങ്ങുന്നു. കുട്ടിയെ വേഗം വിളിക്കും. ഓ, ഷൂട്ടിംഗ് ആയിരിക്കുമല്ലേ? ടിക്കറ്റ് അതൊക്കെയാണ് കേട്ടെ, കാര്യത്തിലേക്ക് കടത്താം. ഏതായാലും തീരെ സമയത്താണ്. അതൊന്നും പറയണ്ട. എരഞ്ഞിപ്പാലത്ത് 1.5 മണിക്കൂർ. ബൈപ്പാസിന്റെ പണി നടക്കുകയാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഞാളെ ഡ്രൈവർ ഉണ്ടല്ലോ, എണ്ണാൻ കാച്ച മോനാ ഞാളെ അവിടെ എത്തിച്ചത്. ഞാനിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. നല്ലൊരു ബന്ധം വരുമ്പോ നമുക്ക് ഇങ്ങനെ മറക്കാൻ പറ്റുമോ? ഞാൻ അന്വേഷിക്കാം.
കുട്ടീൻ്റെ അച്ഛൻ ഈ അടുത്താണ് സർക്കാർ സർവീസിന് പിരിഞ്ഞത്. നല്ലൊരു സംഖ്യ ഉണ്ട് ബാങ്കിൽ. പിന്നെ ഒരൊറ്റ മോള ഈ കണ്ട സ്വത്ത് മുഴുവൻ ഒക്കെ വിലയുള്ളതാണ്. ഇത് എനിക്ക് കാര്യം പറയാം. ഞാനൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ ബ്രോക്കറായി മറന്നു പോകില്ല. 5 എന്തായാലും നമുക്ക് വാങ്ങി അതല്ലാണ്. അല്ല 5 ഞാൻ വാങ്ങിത്തരും. അത് നിങ്ങൾ ഒരു പ്രശ്നമൊക്കെ കാര്യത്തിൽ വേണം. അത് ഞാൻ ഏറ്റു. മനസ്സിലായി? നീ ഭംഗിയായിട്ട് നിന്നാ മതി. കുടിക്കണം. നല്ല ലഡുവാണ്. ശിഖാ ബേക്കറി എന്നാണ് തോന്നുന്നത്. അടിപൊളി സാധന. വെക്കി അമ്മോ നിങ്ങൾ കാര്യം പറയാൻ നോക്കി അറിയാൻ നമുക്ക്